നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിൽ ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിനാൽ ബുദ്ധിമുട്ട് യാത്രക്കാർ. ടോയ്ലറ്റിന്റെ പണി നടക്കുന്നതിനാൽ നിലവിൽ KSRTC സ്റ്റാൻഡിലെ ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. മണ്ഡലകാലം ആരംഭിച്ചതിനാൽ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി യാത്രക്കാരാണ് പ്രതിദിനം കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിലെത്തുന്നത്. ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ്. പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ ദീർഘദൂരം യാത്ര ചെയ്യുന്നതിനായി കൊട്ടാരക്കര KSRTC സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ്. ഈ സാഹചര്യത്തിൽ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കി നൽകാത്തതിനാൽ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ വലയുകയാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ടോയ്ലറ്റിന്റെ പണി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. എൻ്റെ പേര് മണിക്കുട്ടൻ. ഞാൻ കൊല്ലം കൊട്ടിയത്തുനിന്ന് വരികയാണ്. കൊട്ടി ഉമേന്നൂരിൽ വരികയാണ്. ഞങ്ങൾ മണ്ഡലമാസമായിട്ട് സ്വാമിമാരാണ്. കൊല്ലത്തന്നെ ഞങ്ങൾക്ക് വണ്ടി കയറി കൊട്ടാരക്കരയിൽ നിന്ന് ഈ പമ്പയിലേക്ക് പോകണം. കൊട്ടാരക്കര വന്നപ്പോഴത്തേക്കും നമുക്ക് യാത്ര ചെയ്യുന്ന മൂത്രമൊഴിക്കാനായിട്ട് മുട്ടി. അപ്പോൾ അതിനുള്ള പ്രാഥമികമായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. കുറച്ച് ദിവസമായി ഇത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ മൂത്രപ്പുരയൊന്നും ശരിയാക്കിയില്ല. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങൾ വളരെ പ്രയാസമില്ല. ഞങ്ങൾ അതുകൊണ്ട് ഔട്ട്സൈഡിലോട്ട് പോയാണ് മൂത്രമൊഴിക്കുവാൻ. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാണുകയും സ്ത്രീകളും മറ്റും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പബ്ലിക് പ്ലേസ് ആണത്. ദയവായി ഈ മൂത്രപ്പുര എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ റെഡിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സീസൺ ടൈം ആയതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ വരികയാണ്. ഭക്തജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. തീർച്ചയായിട്ടും ഈ മൂത്രപ്പുര എത്രയും പെട്ടെന്ന് തന്നെ ഈ ടോയ്ലറ്റ് വൃത്തിയാക്കി തരണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു. ഞാൻ കൊല്ലം ഉമ്മന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുവാണ്. നമ്മളിവിടെ വന്ന വഴിക്ക് നമ്മളിവിടെ കൊട്ടാരക്കര ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇത്തിരി മൂത്രം ഒഴിക്കണം തോന്നി. അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ ഈ ഏരിയ എല്ലാം കാണുന്നില്ല, ഈ പരിസരമെല്ലാം. അങ്ങനെ ഞങ്ങളൊരു കാട്ടിൽ പോയിട്ടാണ് സ്വല്പം മൂത്രം ഒഴിച്ചത്. നമ്മളെ കൊണ്ട് പ്രവേശനമില്ല. ഒരു ആണുങ്ങളാകുമ്പോൾ എവിടെയൊന്നും ഒഴിക്കാം. പക്ഷേ ഒരു സ്ത്രീകൾക്കാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരത്തില്ലേ? അതാണ് നമ്മൾ ഈ സർക്കാർ അതിൽ വേണ്ടുന്ന എന്ത് കാര്യങ്ങളായാലും അത് മുമ്പേ അതന്നെ ഇവിടെ കിടക്കുന്ന ഈ പരിസരങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ബസ് സ്റ്റാൻഡാണ് ഇത് കിടക്കുന്നതെന്നുണ്ട്. കാടും കയറി കിടക്കുകയാണ്. ഇപ്പോൾ ഒരു രാത്രിയൊക്കെ എന്ന് വെച്ചാൽ സ്വല്പം ഒന്നി പോകണം മൂത്രം ഒഴിക്കണമെങ്കിൽ എന്ത് ചെയ്യും? മൂത്രം ഒഴിക്കുന്നത് എങ്ങനെ പോവാം? എല്ലാവരും ഉണ്ട്. ഒരു മാളിപ്പുറമൊക്കെ വന്നാൽ എവിടെ പോയി ഇത് രണ്ട് സഹായിക്കുന്ന ഒന്നും രണ്ടും ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സർക്കാർ അതിന് വേണ്ടുന്ന എന്തൊരു ആനുകൂല്യവും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നാണ് എനിക്കിപ്പം പറയാനുള്ളൊരു തീരുമാനം. മണ്ഡലം തീരുന്നതിന് മുമ്പേ കാര്യങ്ങൾ നടക്കണം. അതാണ് വേണ്ടിയത്. അതാണ് സർക്കാരുടെ ഒരു ഇത്. അതെ, അത് മുമ്പേ തുടങ്ങേണ്ടതാണ്. പക്ഷേ അത് മുമ്പേ തുടങ്ങിയില്ല. ഇത് ഈ പരിസരമൊക്കെ നോക്കണം. കണ്ട ഒരു ബാത്റൂം ഇല്ലാത്തൊരു രംഗം ഇവിടെ ഉള്ളു ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ. എന്നതിൻ്റെ പേര് കേട്ടൊരു സ്ഥലമാണ് ഈ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ. കൊട്ടാരക്കരയാണ് പല ആൾക്കാരും വന്നിറങ്ങുന്നതും പോകുന്നതും എല്ലാം കൊട്ടാരക്കര അമ്പലത്തിൽ വിടുന്നതുമാണ്. അപ്പം നമ്മളത് വേണമെന്ന് സർക്കാർ അതിന് വേണമെന്ന് എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് അത് മനസ്സിലാക്കി അവരെ ഒന്ന് പരിഹരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. ഇവിടെ കൊട്ടാരക്കര ചൈനയിലേക്ക് പോകാൻ വന്നതാണ്. എന്നിട്ട് ഇവിടെ ഒരു മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഈ കാട്ടിലോട്ട് പോയാണ് മൂത്രം ഒഴിക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീകളൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ കൊല്ലത്തു നിന്ന് വരികയാണ്. ഇവിടെ മൂത്രം ഒഴിക്കാൻ യാതൊരു സൗകര്യം ബസ് സ്റ്റാൻഡ് ഇല്ലാതെ ഞങ്ങൾ വെളിയിൽ പോയാണ് മൂത്രം ഒഴിക്കുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഞാൻ വന്ന് വെക്കുന്നത്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ മൂത്രം ഒഴിക്കാനില്ല. പണി കിടക്കുന്ന കുറേ പണി കിടക്കുന്നത്. പണി പൂർത്തിയൊന്നും ആയിട്ടൊന്നുമില്ല. ഇങ്ങനെയാകുമ്പോൾ ഞങ്ങളെന്താ എന്ത് ചെയ്യും? ഞങ്ങൾ ബുദ്ധിമുട്ടത്തില്ലേ? ഈ പോകുന്നിടത്ത് ഇങ്ങനെ പാസ്സായിട്ട് മൂത്രം ഒഴിച്ചാൽ അതുകൊണ്ട് ഇതിനുള്ള ഒരു പരിഹാരം ഇതിൻ്റെ അധികൃതർ കാണിയെടുക്കുകയൊക്കെ വേണം. എന്നിട്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യും വേണം. ഒരുപാട് യാത്രക്കാർ വരുന്നില്ലേ? എത്ര മറ്റേ സ്റ്റാൻഡും കൂടെ ഇത് പറയുമ്പോൾ എം എൽ എയുടെ സ്റ്റാൻഡൊക്കെ അല്ലേ ഇത്? അപ്പോൾ ഇതെന്തെങ്കിലും ചെയ്തേ പറ്റൂ.